എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ മസാല ഫ്രൈ ഉണ്ടാക്കിയാലോ? ഒരു വെറൈറ്റി ആയിട്ടാണ് ചിക്കൻ മസാല ഫ്രൈ. പെട്ടെന്ന് ഉണ്ടാക്കാം, വീഡിയോയിലേക്ക് പോകാം. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്, നല്ല കളർ മാറി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി, അതേപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇവയിട്ട് നല്ലോണം ഒന്ന് പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിൻ്റെ പച്ച നിറക്കം ഒന്ന് മാറിക്കിട്ടും. ചെറിയ തീയിലെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചത് നല്ലോണം ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി മിക്സിയിലിട്ട് നല്ലവണ്ണം ഒരു ജ്യൂസാക്കിയത്. ഇതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ചൊരു ടേസ്റ്റിന് ചിക്കൻ മസാലയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. മസാല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മതിയാവും. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കറിവേപ്പിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാതെ. ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം വരും. വെള്ളം വന്നില്ലേ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കോഴിയിൽ നിന്ന് തന്നെ നല്ല വെള്ളം വരും. അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി. ഇതാ കണ്ടോ, വെള്ളം വന്നിട്ടുണ്ട്, നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. കുറച്ചും കൂടി ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി
ചേർക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ പച്ചത്തേങ്ങയില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്, കൂടാതെ വറ്റൽ മുളകും ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ചേ ഉള്ളൂ തേങ്ങ, ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യും. കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. നല്ലോണം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയ ചൂടിൽ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, അത്ര മതി. നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്, അത്രയേ വേണ്ടു. എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ നല്ല ചിക്കൻ അതേപോലെ തന്നെ ഒന്ന് നിന്നോട്ടെ, ഒന്നും ചെയ്യേണ്ട, ഇളക്കാതെ ഒരു 5 മിനിറ്റ് ഒന്ന് അവിടെ വെക്കും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചവിടെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ പൊറോട്ടക്കും ചപ്പാത്തിയുടെ കൂടി കഴിക്കാൻ അടിപൊളി സാധനമാണ്. നോക്കി, അടിപൊളിയാണ്. ആ തേങ്ങ ഫ്രൈ ചെയ്തിടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.